അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ പിന്നാലെ ചെന്നു ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്ന് അറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. വളരെ അനുഗ്രഹീതമായ ഒരു ഭാഗമാണ്. കാരണം പത്രോസിന് പോലും തൻ്റെ ലൈഫിനകത്ത് എന്താണെന്ന് നടന്നതെന്ന് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിടുതലുകൾ ദൈവം ചെയ്തു. കാരാഗ്രഹത്തിനകത്ത് അങ്ങനെ ഒരിക്കൽ പോലും ഒരു വിടുതൽ ഉണ്ടായിട്ട് കാണത്തില്ല. കാരണം ഒത്തിരിയധികം പേര് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നവരുണ്ട്. പക്ഷെ നോക്കിക്കേ, പിടിച്ചുകൊണ്ടിട്ട ഒരു ഹല്ലേലൂയ ഒരു വ്യക്തിക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി ഹല്ലേലൂയ തന്നെ സ്വതന്ത്രമാക്കി കൊണ്ടുവരുന്നത് പോലെ ഒരു വിടുതല്. അതായത് സ്വപ്നം കണ്ടെഴുന്നേൽക്കുന്നത് പോലെ തനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമായിട്ട് ദൈവം ചില വിടുതലുകൾ ചെയ്തെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഒരിക്കലും നടക്കത്തില്ല എന്ന് പിശാച് പറയുമ്പോൾ ചിലത് നിന്റെ ലൈഫിനകത്ത് നടന്നു കഴിഞ്ഞാൽ, ചില വിടുതലുകൾ നിന്റെ ലൈഫിനകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വപ്നം കാണുന്നത് പോലെയായിരിക്കും. നീ പോലും അറിയാത്ത തരത്തില്, നീ പോലും ചിന്തിക്കാത്ത തരത്തില് നിനക്ക് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് സ്വപ്നമെന്ന് തോന്നുന്നത് പോലെ. വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, വിശ്വസിക്കാൻ പറ്റുമോ? സ്വപ്നം കാണുന്നത് പോലെ ചില വിടുതലുകൾ. ഹല്ലേലൂയ, കാരാഗ്രഹത്തിനകത്ത് പിടിച്ചുകൊണ്ടിട്ട് കിടക്കുമ്പോൾ അങ്ങനെ ഒരു വിടുതൽ ഉണ്ടാകുമെന്ന് താൻ ഒരിക്കൽ പോലും ഒരുപക്ഷെ ചിന്തിച്ച് കാണത്തില്ല. പക്ഷേ ഹല്ലേലൂയ, അവിടെ കിടന്ന് ഉറങ്ങുന്ന പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ബാ പുറത്തു പോകാൻ ടൈം ആയെന്ന്. ഹല്ലേലൂയ, അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പി. ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്ന ദൈവത്തിന് വേണ്ടി ഒരു റൈറ്റ് ടൈം ഉണ്ട്. അത് കാരാഗ്രഹമാണെങ്കിലോ, പൊട്ടക്കിണറാണെങ്കിലോ, പൊത്തീഫറിന്റെ ഭവനമാണെങ്കിലോ, ഏത് സാഹചര്യമാണെങ്കിലോ, അല്ല സിംഹത്തിന്റെ ഗുഹയ്ക്കകത്താണെങ്കിലോ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്കൊരു റൈറ്റ് ടൈം ഉണ്ട്. നിന്റെ വിടുതലിന് ടൈം ഉണ്ട്. സ്വപ്നം കാണുന്നത് പോലെ. ഹല്ലേലൂയ, ഈ റൈറ്റ് ടൈം വെളിപ്പെട്ടാൽ നീ സ്വപ്നം കാണുന്നത് പോലെ പുറത്തു വരും. കാരണം പിന്നീട് എന്താ സംഭവിച്ചെന്ന് പോലും അറിയാത്ത തരത്തില് എങ്ങനെ ഈ കാരാഗ്രഹത്തിനകത്ത് നിന്ന് പുറത്തു വന്നു എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പത്രോസിന് പോലും മനസ്സിലാകാത്ത രീതിയിലാ താൻ പുറത്തു വന്നത്. പക്ഷെ അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്തു നിന്ന്, കഷ്ടതയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, പ്രതികൂലത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, പ്രതിസന്ധിക്കകത്തുകൂടെയാണോ നീ കടന്നു പോകുന്നത്, വല്ലാത്ത രോഗത്തിലൂടെയാണോ നീ കടന്നു പോകുന്നത്, കടബാധ്യത മുഖാന്തരം നിനക്ക് ഹല്ലേലൂയ ജീവിതം മടുത്തെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിശ്വസിക്ക, തക്ക സമയത്ത് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. തക്ക സമയത്ത് നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. തക്ക സമയത്ത് നിനക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങി ചില വിടുതലുകൾ നടത്തി നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന്. ഹല്ലേലൂയ, ദൂതൻ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കാരാഗ്രഹത്തിനകത്ത് നീ കിടക്കേണ്ടി വരത്തില്ല. പിന്നെ കാരാഗ്രഹത്തിനകത്ത് നീ ഉറങ്ങേണ്ടി വരത്തില്ല. നിന്റെ കയ്യിലെ കാലുകളുടെ ബന്ധനങ്ങൾ തനിയെ അഴിയും. ആര് നിന്നെ പൂട്ടി കെട്ടിയിട്ടാലോ, ആര് നിന്റെ കൈ ബന്ധിച്ചാലോ, ആര് നിന്റെ കാലുകൾ ബന്ധിച്ചാലും, നിന്റെ ശരീരത്തെ ബന്ധിച്ചാലോ, ദൂതൻ ഇറങ്ങിയ എന്ന് വെച്ചാൽ വിടുതൽ നടന്നാൽ പിന്നെ നീ സ്വതന്ത്രനാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ഒരു റൈറ്റ് ടൈം ഉണ്ട് വിടുതൽ വെളിപ്പെടാൻ? ഒരുപക്ഷെ ഇപ്പൊ ഇരിക്കുന്നത് കാരാഗ്രഹത്തിനകത്താ, മുന്നോട്ട് എന്തെന്നുള്ള ചിന്തയിലാ, പ്രതികൂലമാ, പ്രതിസന്ധിയാ, നാളെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. എന്റെ സഹോദരന്മാർക്ക് സംഭവിച്ചതുപോലെ എനിക്കും സംഭവിക്കും. ഇല്ല പത്രോസേ, ഹല്ലേലൂയ, നിനക്കങ്ങനെ സംഭവിക്കത്തില്ല. നിനക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങും. ഹല്ലേലൂയ, ദൂതൻ ഇറങ്ങിയാൽ സ്വപ്നം കാണുന്നത് പോലെ, സ്വപ്നം കാണുന്നത് പോലെ. ഒന്ന് വിശ്വസിക്കുക, എൻ്റെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ഒരു ദൂതൻ ഇറങ്ങും. ഹല്ലേലൂയ, എൻ്റെ വിഷയത്തിനകത്ത് ഒരു ദൂതൻ ഇറങ്ങും. സ്വപ്നം കണ്ടതുപോലെ ചില വിടുതലുകൾ വെളിപ്പെടും. ഞാൻ പ്രതീക്ഷിക്കാത്ത തരത്തില്, ഞാൻ ചിന്തിക്കാത്ത നിലയില്, എനിക്ക് അത്ഭുതം തോന്നുന്നത് പോലെ, തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചെന്ന് തോന്നുന്നത് പോലെ എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന്
ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെയൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ദൂതൻ ഇറങ്ങിയാൽ സ്വപ്നം കണ്ടതുപോലെ എൻ്റെ വിടുതലുകൾ എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ തലമുറകളുടെ മേൽ, എൻ്റെ ഭാവിയുടെ മേൽ വഴി അടഞ്ഞിരിക്കുക. ഇപ്പോൾ എനിക്ക് മുന്നോട്ട് എങ്ങനെയെന്നറിയത്തില്ല, എന്താണെന്നറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുവാൻ ഒരു ദൈവമുണ്ട്. കാരാഗ്രഹത്തിനകത്തേക്ക് എല്ലാവരും ചേർന്ന് പിടിച്ചുകൊണ്ടിട്ടപ്പോൾ, ബന്ധിച്ചു വെച്ചപ്പോൾ പിശാചി പറഞ്ഞു, അവന്റെ മേൽ കിടക്കുന്ന നിയോഗം കഴിഞ്ഞു, അവന്റെ മേൽ കിടക്കുന്ന ശുശ്രൂഷ തീർന്നു. സ്വർഗം പറഞ്ഞു, ഇല്ല പത്രോസേ, നിനക്ക് വേണ്ടി ഒരു ദൂതനെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ദൂതനെ ഞാൻ ഹല്ലേലൂയ അയക്കുന്നുണ്ട്. നീ ധൈര്യമായിട്ടിരുന്നോ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ ഭാരത്തോടെ, വേദനയോടെ മുന്നോട്ട് ഉള്ള എല്ലാ വഴി അടഞ്ഞ് ഇരുള് നിറഞ്ഞ സാഹചര്യത്തിൽ അടുത്ത സ്റ്റെപ്പ് എടുത്തു വെക്കുവാൻ കഴിയാതെ പ്രതികൂലത്തിലായിരിക്കുന്ന ആരെയോ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാ, നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും, നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചില ദൂതന്മാർ ഇറങ്ങുന്നു. ആമേൻ. ഹല്ലേലൂയ.